മധുരേ അന്നക്കോടി കോമണേഴ്സ് ഡാൻസും കളിച്ച് പാട്ടും പാടി അതേ വന്നേക്കുന്നു പുതിയ പ്രൊമോ. കോമണേഴ്സിന്റെ പുതിയ പ്രൊമോ. ആരാണ് ആ കോമണേഴ്സ്? അതിനിടയ്ക്ക് കമന്റ് ബോക്സിൽ കുറച്ച് പരാതികളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ആ പരാതി? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ കോമണേഴ്സ് ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു പ്രൊമോ ആയിട്ട് ലാലേട്ടൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇതാണ് ആഗ്രഹിച്ചത്. സത്യം പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന്. ആരൊക്കെയാണെന്നുള്ളത് കണ്ണ് മൂക്കൊക്കെ കാണിച്ചിട്ട് ഉള്ള പ്രൊമോ. ഇത് ഡയറക്റ്റ് തന്നെയാണ് പ്രൊമോ കാണിച്ചിരിക്കുന്നത്. കോമണേഴ്സ് ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പെൺകുട്ടികളെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ ആദ്യം പറയുന്ന ഡയലോഗ് ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത മത്സരാർത്ഥികൾ ഇതാ എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ മത്സരാർത്ഥി കോമണർ കൺഫേംഡ് 100%. ബൈക്കിൽ വരുന്നു. അതെ, AR റസ്മിൻ ഭായി ആണത്. ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുമാണ് പ്രൊമോ കൊണ്ടുപോകുന്നത്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആണെന്നാണ് പറയുന്നത്. എന്നാൽ റൈഡിങ് ഒരു ഹരമാണ് എന്നാണ് റസ്മിൻ പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി, അതെ, മല നടന്നു കയറുന്നു. നിഷാന എൻ. എന്നും എപ്പോഴും യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മ ആണ് റസ്മിൻ അല്ല, നിഷാന എന്നാണ് പറയുന്നത്. നിഷാന തെറ്റിപ്പോയി, രണ്ടുപേരും തെറ്റിപ്പോയി. ഒരാൾ റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഒരാൾ നിഷാന ഫ്രീക്കത്തി വീട്ടമ്മ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ ഡാൻസ് ആണ്. ആരുടെ? റസ്മിന്റെ ഡാൻസ് ആണ്. മധുരേ അന്നക്കോടി എന്നുള്ള ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി രണ്ടുപേരും കൂടെ വന്നിട്ട് ഇനി ഒന്ന് മാറ്റിപ്പിടിച്ചാലോ റസ്മിൻ പറയാണ്. അപ്പൊ നിഷാന തികച്ചും സാധാരണക്കാരിൽ നിന്ന്, അതായത് സാധാരണക്കാരായ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും റസ്മിൻ പറയുന്നുണ്ട്, കോമണർ മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു എന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള പറയുന്നുണ്ട് ഡയലോഗ്സ്. അപ്പൊ ലാലേട്ടൻ വരുന്നുണ്ട്, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒന്ന് മാറ്റിപ്പിടിച്ചാലോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് മാറ്റിപ്പിടിക്കാൻ ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞാണ് പ്രൊമോ അവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രൊമോ? ഭയങ്കര ഒരു പെട്ടെന്നുള്ള ഒരു പ്രൊമോ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനും കാത്തിരിക്കായിരുന്നു എന്തെങ്കിലുമൊക്കെ വരും. കാര്യം അനങ്ങാതെ ഒരു ബഹളവും ഇല്ലാണ്ട് കുറെ നിശബ്ദതയായിരുന്നു കുറച്ച് ദിവസം. ഒരു പിടിയുമില്ല. ലാലേട്ടന്റെ ആദ്യത്തെ പ്രൊമോ മാത്രം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഒടുക്കാത്ത പ്രൊമോകളായിരുന്നു. ഓർമ്മയുണ്ട? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രൊമോ ഒക്കെ വന്നായിരുന്നു. അമല ഷാജി, പിന്നെ മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരാള്. ഞാൻ അപ്പത്തേക്ക് മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആളുടെ കയ്യിലെ ഇത് എവിടെയാണ്? ഓ, ഇത് അയാൾ തന്നെ ഉറപ്പിച്ച്, അയാൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോളിളക്കായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ പ്രൊമോകൾ. കാര്യം ആരൊക്കെയാണെന്ന് ഇവര് ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണിക്കുന്നത്. അമല ഷാജി ഉറപ്പിച്ച്, അമല ഷാജി ഫാൻസ് അസോസിയേഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പിച്ച്, കാര്യം സെയിം അത്രയും മില്യൺ ഫോളോവേഴ്സ്, അത്രയും പോസ്റ്റ് ഉറപ്പിച്ച് നമ്മൾ പിന്നെയാണ് അറിയുന്നത് ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഇത്തവണ അങ്ങനെ ഒന്നും കണ്ടില്ല. അതിന് പകരം ഡയറക്റ്റ് അവര് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ നന്നായി. ഇതുപോലെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഒരു 7-8 തീയതികളിൽ നേരിട്ട് കണ്ടസ്റ്റൻസ് തന്നെ വന്ന് പറയട്ടെ ഞാനും ബിഗ് ബോസിലേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. എന്തായിരുന്നാലും ഇപ്പോൾ കുറേ നമ്മുടെ കൺഫർമേഷനും പ്രൊഡിക്ഷനും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി കമൻറ്റ് ബോക്സിൽ കുറച്ച് പരാതികളൊക്കെ കേട്ടു. എനിക്കും ഒരു വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ 2 ഗേൾസ് വളരെ സന്തോഷം, ഒരു ബോയും കൂടെ വേണമായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം. ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും അതെന്തായാലും വേണമായിരുന്നു. 2 ഗേൾസ് ഓക്കെ, സന്തോഷം. പക്ഷെ കോമണർ എന്ന നിലയ്ക്ക് ഇതുവരെ ഒരു ആൺകുട്ടി വന്നിട്ടില്ല. കഴിഞ്ഞ കൊല്ലവും പെൺകുട്ടി മാത്രമായിരുന്നു. സോ അത് എനിക്ക് ഒരു വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കും അത് തോന്നിയില്ലേ? കമൻറ്റ് സെക്ഷനിലും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് കമൻറ്റ് സെക്ഷൻ ഒന്ന് വായിക്കാം. ഒരു മെയിൽ ഫീമെയിൽ എടുക്കണമായിരുന്നു. കുറച്ച് നേരെ ആയിട്ടുള്ളൂ വന്നിട്ട്. അതാണ് കമൻറ്റ് കണ്ടത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കോമണേഴ്സ് ഫുൾ പവറാണല്ലോ. അത് കഴിഞ്ഞ് വുമൺ പവർ ആണ് ബിഗ് ബോസ്, ബട്ട് മെന്നെ ജയിക്കുള്ളൂ. അയ്യോ, സത്യമാണ് കേട്ടോ. വുമൺ പവർ ആണ് ബിഗ് ബോസ്. കാരണം നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ പോക്ക് ആഗതിയാണ്. പക്ഷെ മെന്നെ ജയിക്കുള്ളൂ, അത് വേറെ സത്യം. പവർഫുള്ളായി കണ്ടന്റ് തരുന്നത് ലേഡീസ് ആണ്. സീസൺ 1 രഞ്ജിനി, അർച്ചന, സീസൺ 2 വീണ, ദയ, സീസൺ 3 സൂര്യ, ഡിംബൽ, സീസൺ 4 ലക്ഷ്മിപ്രിയ, നിമിഷ, സീസൺ 5 ശോഭ, സെറീന. എല്ലാവരും നല്ല അടിപൊളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു. അങ്ങനെ ആരും ബട്ട് ടോപ്പ് 2-ൽ പോലും കണ്ടില്ല. വളരെ വളരെ നഗ്നമായ സത്യം. പിന്നെ വാ തുറക്കുന്നവരെ പെൺകുട്ടികളെ ഔട്ടാക്കുകയും ചെയ്യും. കുറെ പാൽക്കുപ്പികളെ കൊണ്ടുവന്ന് സീസൺ ബോറാക്കല്ലേ. എത്ര കോമണേഴ്സ് വന്നാലും ഒരു രായാവ് അത് നിർബന്ധം.
എല്ലാ തവണത്തെയും പോലെ ഒരു എൻ്റെ അമ്മേ ഡാഷ് രായാവിനെ ഇറക്കുമതി ചെയ്യും. രായാവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. പഴയ രാജാക്കന്മാരുടെ ഗുണങ്ങളൊക്കെയാണ് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ആ കമൻറ്റ് കൊള്ളാം എന്തായാലും. ആ ഡെമോണാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് വെറുപ്പിക്കലെന്നൊക്കെ പറഞ്ഞത് പവർ ഗേൾസ് എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീസൺ ഒരു ഗേൾസ് മാത്രമേ ജയിക്കുള്ളൂ, ദേ ആർ ഗോൺ ടു റോക്ക് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ജയിക്കുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ എന്നെ പറയുന്നുണ്ട്. രേവതി ചേച്ചി കമോൺ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഒരാള്. ഇപ്രാവശ്യം ഒരു ബോയ് ആൻഡ് ഗേൾ ആക്കിയാൽ മതിയായിരുന്നു, സ്ത്രീകൾക്ക് മാത്രമാണോ ഈ കോമണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. അഖിലിനെയും സാബുവിനെയും പോലുള്ളവർ വരണം. ആദ്യം കാണിച്ച കുട്ടി സിംഗിളാണോ ലാലേട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ദൈവം എൻ്റെ മോനെ പിടിച്ചോ, ആദ്യം തന്നെ പുറത്താക്കല്ലേ. വെരി ട്രൂ, അതും പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണ്. ഇവർ വാ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ഇവരെ പുറത്താക്കരുത്. എനിക്ക് പറയാനുള്ളൂ. ഇവർ വാ തുറന്ന് സംസാരിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ കളിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ കളിക്കുന്നുണ്ട്. ഇത് ഒന്നുമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും, അത് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയും. കാര്യം അവരെന്താണെന്നുള്ളത് അവർ കാണിച്ചിട്ടില്ല, അതായിരിക്കാം അവർ ഈ നോമിനേഷൻസ് രക്ഷപ്പെട്ടു പോകും. പിന്നെ ഈ ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസിനെ സോപ്പിട്ട് കുറെ പേര് നിൽക്കും, അവർ നോമിനേഷൻസിൽ വരത്തൂല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമുക്ക് പ്രാന്ത് പിടിക്കും. ഇവരെന്തേ നോമിനേഷൻസിൽ വരാത്ത കാര്യം? ഇവർ കാരണം കണ്ടന്റും ഇല്ല, ഒന്നുമില്ല. ഔട്ടായി പോകുന്നത് കണ്ടന്റ് തരുന്ന ആൾക്കാരും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇച്ചിരി വാ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ അപ്പം തന്നെ ഔട്ടാക്കി കളയും. അങ്ങനത്തെ ആൾക്കാരാണ് പല കേസുകളും. ഇപ്പം പല ആൾക്കാർ, ഇപ്പം ഗോപികയുടെ കേസൊക്കെ, ഗോപികയൊക്കെ ഗെയിമിലുണ്ടായിരുന്നെങ്കിൽ ഗെയിമിന്റെ ഗതി തന്നെ വേറെ ലെവലിൽ പോയേനെ. മക്കളെ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, വേറെ ലെവൽ. കാര്യം ഗോപിക ഔട്ടായി കഴിഞ്ഞ ശേഷം എനിക്ക് എഴുതാനില്ലായിരുന്നു. ലൈവ് അപ്ഡേറ്റിൽ പോലും എഴുതാനൊന്നും ഇല്ല എനിക്ക്. അല്ലെങ്കിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതിനെങ്കിലും എഴുതാനും കണ്ടന്റെങ്കിലും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഗോപിക്കൊക്കെ കുറച്ചും കൂടെ ദൂരം പോവേണ്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് വെറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഏഞ്ചലിനും ഫാൻസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഏഞ്ചലിനും. അങ്ങനെ കുറേ പെൺകുട്ടി, ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഇത് പറ്റുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അല്ലേ? എന്നാൽ ഏറ്റവും കൂടുതലും സേഫായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സ്ത്രീകളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട്. കൂടുതൽ സേഫായിട്ട് ഇങ്ങനെ നിന്ന് പോവും. അവരാണെങ്കിൽ എന്തെങ്കിലും ചെയ്താലും ആൾക്കാർക്കും വലിയ ദേഷ്യമൊന്നും തോന്നൂല, അവിടെ നിന്നോട്ട് എന്ന്. പക്ഷെ സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുക ഭയങ്കര വെറുപ്പീരാണ്, അങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഉള്ള ആൾക്കാരെ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെട്ട ടോക്സിക്കായിട്ട് ഓവറായിട്ട് അവരെന്ത് കാണിച്ചാലും അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ഔട്ടാക്കും. പക്ഷെ ഇവർ രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട്. ഈ രണ്ടുപേർക്കും അവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഗെയിമിൽ നിന്ന് പുറത്താവും. അങ്ങനെയാണ് നമ്മുടെ സീസൺസ് കണ്ടന്റ് ഇല്ലാണ്ടാവുന്നത്. കാര്യം ഈ കണ്ടന്റ് വരുന്ന വ്യക്തികളൊക്കെ ഔട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരുണ്ട്? ഈ സേഫ് ഗെയിമേഴ്സ് ഉണ്ട്. അവരാണെങ്കിൽ ഇവരെ സോപ്പിട്ടുകൊണ്ടിരിക്കും, അവർ നോമിനേഷൻസിൽ വരാൻ പോണില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് കുറച്ച് പേര് പറയുന്നുണ്ട് ആദ്യമേ ഔട്ടാക്കി കളയരുതെന്നൊക്കെ. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് എനിക്കൊരു പരാതിയേ ഉള്ളൂ. ഒരു ആൺകുട്ടി വേണമായിരുന്നു. തീർച്ചയായിട്ടും കോമണറിൽ നിന്ന് ഒരു ബോയ് ഒരു ഗേൾ എന്തായാലും വേണമായിരുന്നു. അതില്ലാതെയായി. അത് എനിക്കറിയില്ല എനിക്ക് ബോയ് ഉണ്ടോ. ഞാൻ അറിഞ്ഞത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ്. പക്ഷേ എനിക്കറിയത്തില്ല ഇതെന്താ പറ്റിയെന്നുള്ളത്. അങ്ങനെ നമ്മുടെ കോമണേഴ്സിനെ വെളിപ്പെടുത്തിയിട്ടുള്ള പ്രൊമോ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രൊമോ? എങ്ങനെയുണ്ട് നമ്മുടെ റസ്മിനും? എങ്ങനെയുണ്ട് നിഷാന? പൊളിക്കില്ലേ? നമുക്ക് നേരത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാൻ പോയാൽ പോലും എങ്ങനെയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നമുക്കത് അൺപ്രഡിക്റ്റബിൾ ആണ്. അവിടെ 18 പേരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് സ്ക്രീനിൽ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനി എത്ര വലിയ ആളാണെങ്കിലും ശരി തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അറിയാമല്ലോ, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റാത്ത കാര്യം. വില്ലത്തിയാവോ അതോ ഇനി ക്യൂവിനാവോ അത് നമുക്ക് പറയാനേ പറ്റില്ല. ചിലപ്പോൾ ആവുമായിരിക്കും, മോസ്റ്റ്ലി വില്ലത്തിയായിരിക്കും ആവുന്നത്. അപ്പോൾ അത് എൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ മോസ്റ്റ്ലി വില്ലത്തിയായിരിക്കും ആവുന്നത്. എന്നെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാര്യം അതേ ഞാൻ ആദ്യം പറയുള്ളൂ. കാര്യം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടൂ ഞാൻ ഭയങ്കരമായിരിക്കുന്നൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അവിടെ പോയി 18 പേരുടെ കൂടെ പെർഫോം ചെയ്ത് അതിന് നിന്ന് നമുക്ക് സ്ക്രീനിൽ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് കാണുന്നത് എന്നുള്ളത് ഈ ജന്മത്ത് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത്. ആ കളി നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തേയില്ല. അതാണ് പലരും പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയായിരുന്നില്ലടാ, ഇങ്ങനെയായിരുന്നു. ശരിക്കും സംഭവം വേറെ ആയിരിക്കാം. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വേറെ രീതിയിലായിരിക്കാം. അങ്ങനെയല്ല, മനസ്സിലായോ? അത് എടാ ഞാൻ മിണ്ടാതെ മാറിയിരിക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയും കുറേ പേര്.
ആര് ശ്രദ്ധിക്കുക ആരും നമുക്കൊന്നും പ്രേക്ഷകർ കാണുന്നതല്ലേ നമ്മൾ ഇതാക്കുള്ളൂ. നമ്മൾ മാറിയിരുന്ന് കാര്യം എന്നത് കാണൂലായിരിക്കും അതിനകത്ത്, മനസ്സിലായോ? പക്ഷെ മറ്റേ നമ്മൾ തെറി വിളിക്കുന്നതും ഡാ അങ്ങോട്ട് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും കാണിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ അത് അയ്യോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഇവിടെ ഇരിക്കുകയായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. കാര്യം പ്രേക്ഷകർ കണ്ടതേ പ്രേക്ഷകർ വിധി എഴുതുള്ളൂ. എപ്പിസോഡിലും നമ്മൾ ലൈവ് സ്ട്രീമിലും കാണിക്കുന്നതല്ലേ നമുക്ക് ഇതാവുള്ളൂ. അപ്പോൾ ബാക്കി മാറിയിരുന്ന് കരഞ്ഞൊന്നും നമ്മൾ കണ്ടില്ല, പിന്നെ നിങ്ങൾ മാറിയിരുന്ന് കരഞ്ഞു പോലും, പിന്നെ നിങ്ങൾ മാപ്പ് പറഞ്ഞ പോടന്ന് നിന്ന്, മനസ്സിലായി? അപ്പോൾ അതാണ് ബിഗ് ബോസ്. അൺപ്രഡിക്റ്റബിൾ ഷോയാണ്. അതിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വേണം നമ്മൾ അതിനകത്ത് നിൽക്കാൻ എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. സത്യം, നമ്മളങ്ങനെ വളരെ ഷാർപ്പ് മൈൻഡ് ഗെയിമൊക്കെ കളിച്ച് വേണം നിൽക്കാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ല, പണിപ്പെട്ട കളിയാണ്. അപ്പോൾ 2 കോമണേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കൂടെ 18 പേരുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ പിടിച്ച് നിൽക്കുക, കട്ടയ്ക്ക് കളിക്കുക, വിട്ടുകൊടുക്കാതിരിക്കുക. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക. അത് ചില കാര്യങ്ങളുണ്ട് തീരെ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവസാന പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഓപ്പണായിട്ട് കളിക്കാൻ ശ്രമിക്കുക, റിയലായിട്ട് നിൽക്കുക, റിയലായിട്ട് ഗെയിം കളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രേക്ഷകർ എന്തായാലും സപ്പോർട്ടിനുണ്ടാവും നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.